രാജശ്രീ ആദീസ് വേൾഡിൻ്റെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് ഒരു ഉച്ചയൂണാണ്. മീനും ഇറച്ചിയും ഒന്നുമില്ലാതെ മുട്ടത്തോരനും കൂട്ടി ഒരു ഊണ് തയ്യാറാക്കുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അരി കഴുകിയിട്ടുണ്ട്. വടിയരിയാണ്. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്കിട്ട് ഒന്ന് കലക്കിയ ശേഷം അടച്ചു വയ്ക്കാം. അരി വേവായിട്ടുണ്ട്. ഇത് വടിക്കാം. അടുത്ത് നമുക്ക് മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം. അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, 2 സവാളയും 5 പച്ചമുളകുമാണ്. ഒന്ന് വഴറ്റി കൊടുക്കാം. ഇട്ടല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉള്ളി വാടിയിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ച വള്ളിപ്പയറാണ്. അത് ഒരു 300 ഗ്രാം ഉണ്ട്. അതിട്ട് കൊടുക്കാം. അടച്ചു വയ്ക്കാം. പയറും ഒന്ന് വാടിയിട്ടുണ്ട്. ലേശം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുകയാണ്. അല്പസമയം കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. നോക്കാം. പയറ് വേവായിട്ടുണ്ട്. ഇനി ഒരു പിടി തേങ്ങ ചേർക്കാം. തേങ്ങയുടെ പച്ചമണം മാറാനായി 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കാം. മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി ഇറക്കി വയ്ക്കാം. മുട്ടത്തോരൻ തയ്യാറാക്കാനായിട്ട് അതിൻ്റെ കൂട്ട് തയ്യാറാക്കാം. ഒരു അരമുറി തേങ്ങ, 3 കഷ്ണം ഉള്ളി, 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ ജീരകപ്പൊടി, ഇത്രയൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക് ഇട്ട് എടുത്തിട്ടുണ്ട്. കറിവേപ്പില, 10 കഷ്ണം ഉള്ളി ചെറുതായി വട്ടത്തിലരിഞ്ഞത്, ഒന്ന് വഴറ്റി കൊടുക്കാം. അഞ്ച് മുട്ട പൊട്ടിച്ചൊഴിച്ചതാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് തൂക്കി കൊടുക്കാം. അല്പസമയം ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു സൈഡ് വേവായിട്ടുണ്ട്. ഇനി അത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട ശേഷം അതിൻ്റെ മുകളിലായി നമ്മൾ അരച്ചു വെച്ച കൂട്ട് വെച്ച് കൊടുക്കാം. കൂട്ട് അതിലേക്കിടാം. അല്പസമയം അടച്ചു വയ്ക്കാം. കൂട്ട് വേവാനായി. നോക്കാം. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് മുട്ടയൊക്കെ നന്നായി ഉടച്ചു കൊടുക്കാം. ഈ മുട്ടത്തോരനും രസവും ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടെങ്കിൽ നന്നായി ചോറ് കഴിക്കാം. അടുത്തിനി രസം തയ്യാറാക്കാം. 10 കഷ്ണം ഉള്ളി, 7 കഷ്ണം വെളുത്തുള്ളി അല്ലി, 4 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, ഇത്രയൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കൊടുക്കാം. കറിവേപ്പില, നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച
വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും എല്ലാം ഇതിലേക്ക് ചേർക്കാം. നന്നായി ഒന്ന് നിറം മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം. കളറെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. ഇതിൽ മുളക് പൊടി ചേർക്കുന്നില്ല. 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ കായപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവാണ് രസത്തിനുള്ളത്. ഇതിൽ ഞാൻ വളരെ കുറച്ച് പുളി മാത്രമേ ചേർക്കുള്ളൂ. തക്കാളിയാണ് ചേർക്കുന്നത്. 2 തക്കാളി ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. അതൊന്ന് ചേർത്ത് വഴറ്റി കൊടുക്കാം. തക്കാളി നന്നായിട്ട് ഒന്ന് ഉടഞ്ഞ് കിട്ടണം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ്. അത് കൂടുതൽ വെള്ളം വെച്ചിട്ട് അത് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. രസം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. മല്ലിയില തൂവി കൊടുക്കാം. ഉപ്പെല്ലാം കറക്റ്റാണ്. രസവും റെഡിയായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കാം. വളരെ സിമ്പിളായ ഒരു ഊണ് റെഡിയായിട്ടുണ്ട്. ചോറ്, മെഴുക്ക് പുരട്ടി, മുട്ടത്തോരൻ, രസം, പപ്പടം. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.